ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ക്യാരറ്റ് വെച്ച് ഒരു അടിപൊളി ഒരു കറുമുറു പലഹാരമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ക്യാരറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല സൂത്രമാണ് കേട്ടോ അത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒരു അത്യാവശ്യം വെന്തിട്ടിയാൽ മതി. ഇനി നമ്മൾ നന്നായി വെന്തതിന് ശേഷം ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചു കൊടുക്കണം കേട്ടോ. അതിന് മുന്നേ നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര, വളരെ കുറച്ച്, 1 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ ഒരല്പം വാനില എസൻസ്, ഒരു 2-3 തുള്ളി മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോറും പിന്നെ മൈദയും കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ മൈദയാണ് വേണ്ടി വന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് കുഴച്ചിട്ട് നല്ലൊരു പരുവാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ മൈദ എല്ലാം ചേർന്ന കാരണം തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പരത്തിയെടുത്തിട്ട് നമുക്കിഷ്ടമുള്ള സൈസിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല തിന്നായിട്ട് പരത്തണം, ഒത്തിരി കട്ടിയായിപ്പോയാൽ വേവാതെ ആയിപ്പോകും കേട്ടോ. അപ്പോൾ ചുറ്റും ഫുൾ ഒരേ കട്ടിയിൽ വേണം കേട്ടോ നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാം ഇങ്ങനെ നീളത്തിലരിഞ്ഞ് പിന്നെ ചെറിയ ചെറിയ പീസാക്കിട്ടോ. നിങ്ങൾക്ക് സ്ക്വയറോ ഡയമണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടാവുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് വറുത്തെടുക്കാൻ. ഒത്തിരി ചൂട് കൂടിപ്പോയാൽ ഉള്ളൊന്നും വേവാതെ കരിഞ്ഞു പോകും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ച് കുറവിലിട്ടിട്ട് പതുക്കെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ലൈറ്റ് ഓറഞ്ച് കളറിൽ നമുക്ക് നല്ല അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ നല്ല ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് വറുത്ത് കോരാം കേട്ടോ. അതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ ഇടുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ, ബബിളായിട്ട് വരും. അപ്പം നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചാറ്റ് മസാല വേണമെങ്കിൽ അതും ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തും ഉപ്പും മുളക് പൊടിയും കൂടെ ഒന്ന് എത്തിക്കാം കേട്ടോ. അപ്പം നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല കറുമുറുവായിട്ടുണ്ടാവുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. കണ്ടില്ല, നല്ല കളറ്, നമ്മൾ വേറെ കളറുകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.